നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിൽ 3 സിനിമകളാണ് മലയാളത്തിൽ നിന്ന് റിലീസായിരിക്കുന്നത്. ഒന്ന് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ, രണ്ടാമത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ, മൂന്നാമത് നമ്മുടെ മരണമാസം എന്ന് പറയുന്ന സിനിമ. ഇത് കൂടാതെ നാലാമതായിട്ട് അജിത്തിന്റെ സിനിമ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. അജിത്തിന്റെ സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ഞാൻ ഇന്ന് ഈ സിനിമ കാണും. പക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് വരുന്നത് രാത്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ കാലത്തായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ ഈ പടം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ റിവ്യൂ നാളെ കാലത്ത് വരും. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വളരെ പോസിറ്റീവാണ്. ഇനി നമ്മൾ മലയാള സിനിമകളിലേക്ക് നോക്കുന്ന സമയത്തും മരണമാസം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. മറ്റ് 2 സിനിമകളാണ് ഞാൻ കണ്ടത്. എന്നോട് ഈ ഒരു സീസണിൽ കാണാൻ പറ്റിയ ഏറ്റവും മികച്ച സിനിമ ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഈ 2 സിനിമകളെ മാത്രമേ താരതമ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ വരിയിൽ എന്നോട് ഉത്തരം പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയായിരിക്കും. വളരെയധികം ഒരു എന്റർടൈനർ എന്ന് പറയുന്ന വാക്കിനോട് കൃത്യമായിട്ട് നീതി പുലർത്താവുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു എന്റർടൈനറാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. സിനിമ ടീനേജേഴ്സിന് വേണ്ടിയുള്ള സിനിമയാണ് എന്ന് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ടീനേജേഴ്സ് മാത്രമല്ല, ആ ഒരു മൂഡിൽ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. പക്ഷെ എന്ന് കരുതി കുറച്ച് സീനിയർ ആയിട്ടുള്ള കുറച്ചും കൂടി താടി ചൊറിഞ്ഞ സിനിമ കാണുന്ന വ്യക്തികൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കഥയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഈ സിനിമയുടെ പിന്നിലില്ല. അത് സിറ്റുവേഷൻസിലൂടെ പുരോഗമിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സിറ്റുവേഷൻസിലൂടെ കോമഡിയും ബാക്കി ആ ഡയലോഗ്സിലൂടെ ഉണ്ടാകുന്ന തിയേറ്ററിലുണ്ടാക്കുന്ന ഓളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ സിനിമ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾക്ക് പറ്റിയ സിനിമയാണ് അത് എന്ന് പറയാം. ഇനി നേരെ മറിച്ച് മമ്മൂട്ടിയുടെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അത് പ്രോപ്പർ മമ്മൂട്ടി ഫാൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ അത് കുറെ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു വലിയ സിനിമയാണ്. അപ്പോൾ ആ വലിയ സിനിമയിൽ സംഭവിക്കാവുന്ന ചില പാളിച്ചകൾ ഈ സിനിമയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഫൈനൽ പടം കഴിഞ്ഞിറങ്ങി വരുന്നവരോട് നമുക്ക് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു 10 മിനിറ്റ് തിയേറ്ററിൽ കാണിച്ചു കൂട്ടിയ ആ ഒരു പെർഫോമൻസിന് നമ്മൾ തീർച്ചയായിട്ടും കയ്യടി കൊടുക്കും. അതേതായിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെയായിരിക്കും കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരും ഉണ്ടാവുക. തീർച്ചയായിട്ടും അത് ത്രൂ ഔട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ക്ലൈമാക്സിന്റെ ആ ഒരു ഹെവി വെയിറ്റ് കാരണം കൊണ്ട് തന്നെ അതിനൊരു ആവറേജ് അനുഭവം നമുക്ക് കിട്ടും. അത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ മോശം അഭിപ്രായമായിരിക്കും ആളുകൾ പറയുക. എങ്ങനെ നോക്കിയാലും പൈസ വസൂൽ എന്ന് പറയാവുന്ന ഒരു സിനിമ തന്നെയാണ് ബസൂക്ക. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക്, ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാനും മറ്റുള്ളവർക്ക് വളരെയധികം നിരാശ സംഭവിക്കാനും സാധ്യതയുള്ള ഒരു സിനിമയാണ്. എന്ത് തന്നെയായാലും ബസൂക്ക ഓക്കെ, ആലപ്പുഴ ജിംഖാന ഹെവി വെയിറ്റ്. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ 2 പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഇന്ന് രാത്രി തന്നെ ഇത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.